നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 എയിംസിൻ്റെ BSc നഴ്സിംഗിൻ്റെ എൻട്രൻസ് എക്സാം എഴുതിയതിന് ശേഷം എക്സാമിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികൾ OBC നോൺ ക്രിമിനൽ വിഭാഗത്തിൽപ്പെടുന്നവരും EWS വിഭാഗത്തിൽപ്പെടുന്നവരും റിസർവേഷൻ ലഭിക്കുന്നതിന് വേണ്ടി അവരുടെ OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റും EWS സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റും EWS സർട്ടിഫിക്കറ്റും ഏത് ഡേറ്റിനുള്ളിൽ എടുത്തത് ആയിരിക്കണമെന്ന് എയിംസിൻ്റെ പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. EWS സർട്ടിഫിക്കറ്റ് 1/4/2024 8/6/2024 ഇടയിൽ എടുത്തത് ആയിരിക്കണം. നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് 9/6/2023 8/6/2024 ഇടയിൽ എടുത്തത് ആയിരിക്കണം. സെൻട്രൽ പർപ്പസിനുള്ള സർട്ടിഫിക്കറ്റുകളാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടിയിരുന്നത്. എയിംസിൻ്റെ വെബ്സൈറ്റിൽ BSc നഴ്സിംഗിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് എൻട്രൻസ് എക്സാമിൽ ക്വാളിഫൈഡ് ആയ കുട്ടികളുടേതും മാത്രമാണ്. ആ കുട്ടികൾക്ക് മാത്രമാണ് BSc നഴ്സിംഗിൻ്റെ കൗൺസിലിങ്ങിന് പങ്കെടുക്കാൻ സാധിക്കുന്നത്. OBC നോൺ ക്രിമിനൽ വിഭാഗത്തിൽ ഉള്ളവർക്കും EWS വിഭാഗത്തിൽ ഉള്ളവർക്കും സീറ്റ് റിസർവേഷൻ ഉണ്ട്. ആ റിസർവേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയാണ് OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റും EWS സർട്ടിഫിക്കറ്റും പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റിനുള്ളിൽ ഉള്ളത് തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടിയിരുന്നത്. EWS സർട്ടിഫിക്കറ്റും നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്ത് കൊടുത്ത കുട്ടികൾക്ക് അവരുടെ മെയിലിൽ മെസ്സേജുകൾ വന്നിട്ടുണ്ട്. എല്ലാവരും അത് ചെക്ക് ചെയ്യണം. പല കുട്ടികളും അപ്ലോഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന നോൺ ക്രിമിനൽ EWS സർട്ടിഫിക്കറ്റുകൾ സെൻട്രൽ പർപ്പസിനുള്ളത് അല്ലാത്തതും പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റിനുള്ളിൽ അല്ലാത്തതും ആണ്. അതുകൊണ്ട് അവരുടെ ആ സർട്ടിഫിക്കറ്റുകൾ റിജക്ഷൻ വന്നിരിക്കുകയാണ്. അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തവർക്ക് എയിംസിൽ നിന്ന് ഒരു അവസരം കൂടി തന്നിരിക്കുകയാണ്. കറക്റ്റായിട്ടുള്ള ഡേറ്റിലുള്ള സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുവാൻ ഇപ്പോൾ സാധിക്കുന്നതാണ്. കറക്റ്റായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ ആ റിസർവേഷൻ ലഭിക്കും. അല്ല എങ്കിൽ അങ്ങനെയുള്ള ആപ്ലിക്കേഷനുകൾ ജനറൽ ക്വാട്ടയിലാണ് പരിഗണിക്കുന്നത്. OBC EWS വിഭാഗത്തിലുള്ള എല്ലാവരും നിങ്ങളുടെ മെയിൽ ചെക്ക് ചെയ്യണം. അതിൽ നിങ്ങൾക്ക് റിജക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുന്നതിന് ആവശ്യമായ കറക്റ്റായിട്ടുള്ള സർട്ടിഫിക്കറ്റ് കൈവശം ഉണ്ടെങ്കിൽ അത് ഇപ്പോൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.